ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല എന്ന ഒരു ദിവ്യമായ ദർശനം 6 കുട്ടികളുടെ അമ്മയായ കർമ്മലീത്ത 3-ാം സഭ അംഗമായ എലിസബത്ത് സാൻഡോയ്ക്ക് നൽകിയ ആ ദർശനങ്ങളുടെ ഡയറിയിൽ നിന്ന് ഉള്ള 10ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നതും ധ്യാനിക്കുന്നതും. ശരിക്കും ഈ എലിസബത്ത് സാൻഡോ 6 കുട്ടികളുടെ അമ്മയാണ്. ഒരു സാധാരണ സ്ത്രീ നമ്മുടെ പോലെ. ഇവരോട് ദൈവം ഇടപെട്ട വഴികൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അത് നമ്മളോട് തന്നെയാണ് ഈശോ പറയുന്നത്. അത്രയ്ക്ക് സിമ്പിളാണ്. വലിയ പ്രഘോഷണങ്ങളോ ദൈവശാസ്ത്ര പഠനമോ വ്യാഖ്യാനങ്ങളോ ഒന്നും ഈശോ ആഗ്രഹിക്കുന്നില്ല. സിമ്പിളായിട്ട് ഈശോ ഈ 6 കുട്ടികളുടെ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ഈശോയുടെ ഹിതമനുസരിച്ചിട്ടുള്ള ജീവിതമാകും എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടെ ശരിക്കും വിറച്ചു പോവാണ്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടുണ്ടോ അതായിരിക്കും ഈ പ്രാവശ്യത്തെ 10ാം ഭാഗം അല്ലെങ്കിൽ 9ാം ഭാഗം എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇന്നലെ ഞാൻ വളരെയേറെ വിഷമിച്ചു. കുറേ പാപത്തിൻ്റെ അവസ്ഥകളുള്ള മക്കളെ കണ്ടപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവമേ, ഞാനിങ്ങനെ ഇരുന്ന് ഈ ചെറിയ സഹനങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് കാഴ്ചവെച്ചാൽ ഈ ലോകം എങ്ങനെ രക്ഷപ്പെടും? ഒരാൾക്കും ഇത് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് എടുക്കാൻ തോന്നണില്ലല്ലോ കർത്താവേ. ഒക്കെ ഒരു തമാശ പോലെയാണല്ലോ ഇന്നത്തെ യുഗം ഇതെല്ലാം കേൾക്കുന്നത്. എന്ത് ചെയ്യും? ഞാൻ ഒരാളും അതുപോലെ കുറച്ച് ആളുകളും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് വരിക ദൈവമേ? നീ തന്നെ വേഗം വാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. ഞാൻ ഇന്ന് ഈ പുസ്തകം എടുത്ത് 10ാം ഭാഗം വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ശരിക്കും വിറച്ചുപോയി. കർത്താവ് അതിൽ പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രഹം കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന ചിന്ത നിന്നെ മതിക്കുന്നു. ഞാൻ പറയട്ടെ, വളരെയധികം ഫലം അതിനുണ്ട് എന്ന്. ശരിക്കും ഇന്നലെ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ, ചോദിച്ച കാര്യങ്ങൾ ഇന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുകയാണ്. വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട് ഈ ഒരു വെളിപ്പെടുത്തലുകളിൽ, ഈ വെളിപാട് ദർശനങ്ങളിൽ. നമുക്ക് എലിസബത്ത് സാൻഡോയോട് ദൈവം എന്താണ് പറയുന്നത്, പരിശുദ്ധ അമ്മ എന്താണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. ഇതുപോലെ അനേകം വെളിപ്പെടുത്തലുകൾ, അനേകം പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിലേറ്റവും അധികം എന്നെ സ്പർശിച്ചതാണ് റുവാണ്ടയിലെ സെഗദേഷ്യ, ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ സെഗദേഷ്യ. സെഗദേഷ്യയോട് പറയുന്ന കാര്യം എപ്പോഴും ഞാൻ ഓർക്കും. ഒരു വിവരവുമില്ലാത്ത ആ കുട്ടി കർത്താവിനോട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഏതോ ഒരാളാണ് ഈശോ എന്ന് വിചാരിച്ച് വളരെ നിസ്സാരമായിട്ട്, വളരെ ലളിതമായിട്ട് നമ്മളത് വായിച്ച് കേട്ടതാണ്. എല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ലോകം ഇതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഓരോരുത്തരുടെ ടോക്കുകളും കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത്. ചിലർ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം, അങ്ങനെ നോക്കുന്നു, കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ പറയുന്ന ഈശോ പറയുന്ന കാര്യം പ്രാവർത്തികമാക്കാൻ പലരും ശ്രമിക്കുന്നില്ല എന്നാണ് ഈശോയുടെ വേദന എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ പുസ്തകം ഡയറിയുടെ 10ാം ഭാഗം ശ്രദ്ധയോടെ വായിക്കാം. ഇതിലെ കാര്യങ്ങൾ നമ്മളോടാണ് പറയുന്നത്. ഈശോ പറയുകയാണ്, പരിശുദ്ധ അമ്മയാണ് ആദ്യം പറഞ്ഞത് ഈ എലിസബത്ത് സാൻഡോയോട് 10ാം ഭാഗത്തിൽ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കാൻ ഞാൻ പിതാവിനോട് ആവശ്യപ്പെടും. എനിക്ക് വേറെ ഒരു തിരുനാൾ ആവശ്യമില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ അത്രയ്ക്കും പ്രാധാന്യം ഉള്ളതാണെന്ന്. അപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും. ഓഗസ്റ്റ് 6-ാം തീയതി കിട്ടിയ ഒരു 1962 ലഭിച്ച സന്ദേശം.
രാവിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം കർത്താവ് പരാതിപ്പെട്ടു, എൻ്റെ പുരോഹിതരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ആത്മാവ് പോലും നഷ്ടപ്പെടരുത്. നശിച്ചു പോകുന്ന എന്ന വാക്ക് എനിക്ക് കഠിനമായ വേദനയുളവാക്കുന്നു. ഓരോ ആത്മാവിനും വേണ്ടി വീണ്ടും കുരിശുമരണം വരിക്കാൻ, കഠിനയാതന അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നശിച്ചു പോവുക എന്ന് വെച്ചാൽ അത് ആശയറ്റ ഒരു സംഭവമാണ്. നിന്റെ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് തടയുക. 3 തരത്തിലുള്ള മാമോദീസയുണ്ടെന്ന് നിനക്കറിയാം: ജലത്താൽ, രക്തത്താൽ, ആഗ്രഹത്താൽ. ഈ 3ഉം ആത്മാക്കളെ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. എൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും കുതിച്ചൊഴുകി നിങ്ങളെ രക്ഷിക്കാനുള്ള കഠിനമായ ആഗ്രഹത്തോടൊപ്പം. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? എൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തത്താലെ എല്ലാ മനുഷ്യരിലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹം ഉടലെടുക്കണം. എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള നിൻ്റെ തീവ്രമായ ആഗ്രഹം വർദ്ധിപ്പിക്കുക. ഇതുവഴി നിനക്ക് അനേകരെ രക്ഷിക്കാൻ കഴിയും. ആത്മാക്കൾ നഷ്ടപ്പെടുമ്പോൾ അവിടുന്ന് അനുഭവിക്കുന്ന വേദനയുടെ ചെറിയ ഒരംശം അവിടുന്ന് എനിക്ക് അനുഭവവേദ്യമാക്കി. എൻ്റെ ആത്മാവിൽ അനുഭവപ്പെട്ട ആ വേദന എന്നെ തകർത്ത് കളഞ്ഞു. ഞാൻ എത്രമാത്രം ഏകാകിനിയാണെന്ന് ഞാൻ കർത്താവിനോട് പരാതിപ്പെട്ടു. എന്നേക്കാൾ അവഗണിക്കപ്പെട്ട, വിസ്മരിക്കപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവിടുത്തെ മറുപടി. ഞാൻ മനുഷ്യരെ സ്വന്തമാക്കാൻ എത്രയേറെ ആഗ്രഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ. എൻ്റെ നിതാന്തമായ ഏകാന്തതയിൽ ഞാൻ ക്ഷമയോടെ ഓരോ വ്യക്തിയെയും സ്നേഹപൂർവ്വം വിളിക്കുന്നു. എന്നാൽ എനിക്ക് യാതൊരു വികാരങ്ങളില്ല എന്ന മട്ടിൽ നിങ്ങൾ പെരുമാറുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ എന്നെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എരിയുന്ന എൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. ആത്മവിശ്വാസത്തോടെ വരണം. എവിടെയെങ്കിലും തീ കത്തിയാൽ അവരെ സഹായിക്കാൻ എല്ലാവരും ഓടിയെത്തും. എന്നാൽ സാത്താൻ്റെ അഗ്നിയെപ്പറ്റി സകലരും നിസ്സംഗത പുലർത്തുന്നു. നിങ്ങൾ നരകാഗ്നി ജ്വലിച്ചെരിയാൻ അനുവദിക്കുന്നു. അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അത് നിർവികാരതയോടെ നോക്കി ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവർക്ക് ദുരിതം. നിങ്ങൾ കണ്ണുമടച്ചിരുന്ന് ആത്മാക്കളുടെ നാശം അനുവദിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ എന്നെ തിരിച്ചറിയണം. എൻ്റെ നന്മയും ക്ഷമയും അനന്തമാണ്. എന്നാൽ നരകാഗ്നിയിൽ നിവേദിക്കുക എന്ന് കൽപ്പിക്കുന്ന എൻ്റെ നീതിയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്നോട് കൂടെ ശേഖരിക്കുകയല്ല, ചിതറിക്കുകയാണ്. എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നിർഭാഗ്യരായ ആളുകളെ, പശ്ചാത്തപിക്കുക, തിരികെ വരിക. ഇതാ ഇപ്പോഴും സമയമുണ്ട്. അശ്രദ്ധ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധയില്ലായ്മയാണ് നിങ്ങളുടെ ആത്മാക്കളെ അപകടത്തിലാക്കുന്നത്. നിങ്ങളുടെ നിരാശജനകമായ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. നിങ്ങൾക്ക് അവയെപ്പറ്റി കേൾക്കാൻ പോലും താല്പര്യമില്ല. ദൈവീക പ്രകാശം കടന്നു വരുന്ന വഴികൾ സാത്താൻ അടച്ചത് കണ്ടു. നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രകാശവീജികൾ കടന്നു വരുന്നില്ല. അലസതയുടെ സമ്മർദ്ദത്തിൽ നിങ്ങൾ ദൈവീക പ്രകാശം കടന്നു വരാൻ അനുവദിക്കാതെ സഹിക്കുന്നു. അലസതയുടെ ഭാരം പേറുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കൽ വരിക. നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അലസത മാറ്റി നിങ്ങളെ സ്വതന്ത്രരാക്കാം. നിങ്ങളെ നയിക്കാൻ എന്നെ അനുവദിക്കുക. എത്ര കാലമായി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നു? എൻ്റെ താക്കീതുകളെല്ലാം നിഷ്ഫലമാണോ? ചിന്താക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സാത്താനുണ്ടാക്കുന്നതാണെന്ന് എന്നാണ് നിങ്ങൾ തിരിച്ചറിയുക? സാത്താന് പരിധിയുണ്ട് കേട്ടോ. ഞാൻ അനുവദിക്കുന്നത് വരെ മാത്രമേ അവന് പ്രവർത്തിക്കാനാവൂ. നീ എന്നിൽ നിന്നും കുതറി ഓടുന്നത് വരെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. തിരികെ വരിക. ആത്മീയ രക്തസാക്ഷിത്വത്തിൻ്റെ ബലിവേദിയിൽ നിന്നെ തന്നെ ബലിയർപ്പിക്കുക. ഈ ആത്മീയ രക്തസാക്ഷിത്വം എൻ്റെ ഇച്ഛയനുസരിച്ചാണ്. വളരെ വലിയ ഫലം പുറപ്പെടുവിക്കുന്ന ഈ രക്തസാക്ഷിത്വം തടയാൻ സാത്താന് കഴിയില്ല. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. നശിപ്പിക്കുന്ന അന്ധകാരത്തിൻ്റെ പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ 2 or 3 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അലസരായിരിക്കരുത്. നിന്നെ വീക്ഷിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്കില്ല എന്ന മട്ടിൽ നീ ജീവിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കാനുള്ള നിൻ്റെ ആഗ്രഹം ലോകം മുഴുവനെയും ആശ്ലേഷിക്കട്ടെ. സ്നേഹപൂർണമായ നിൻ്റെ ത്യാഗപ്രവൃത്തികൾക്ക് പാപത്തെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്.
ഇത് അസാധ്യമാണെന്ന് നീ കരുതുന്നോ? ഇല്ല, നീ എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇത്തരം വിശ്വാസവും വിശ്വസ്തതയും അനേകായിരങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ഉതകുന്നതാണ്. എൻ്റെ മകളെ, നീ പാതി വിശ്വാസത്തിൽ ആയിരിക്കരുത്. എനിക്ക് സമർപ്പിതരായ ആത്മാക്കളോട് ചേരുക. ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഇത് വെറും ചപലമായ ഒരു പ്രവൃത്തി ആയിരിക്കരുത്. നിരന്തരമായ ത്യാഗത്തിൻ്റെ ഫലമായി ആത്മാക്കളുടെ ഒരു കൊയ്ത്ത് തന്നെ നടത്തുന്ന സംഭവമായിരിക്കണം. ഓഗസ്റ്റ് 8-ാം തീയതി ഞാൻ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷം എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഈശോ വഴിനീളെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ യുവതിയായ ഒരു ഭാര്യയായിരുന്നപ്പോൾ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബം ഒന്നു ചേർന്ന് എൻ്റെ ഈശോയെ അജ്ഞാനികളും പാപികളും മനസ്സ് തിരിയുവാനും അങ്ങയെ സ്നേഹിക്കാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ഈശോ ചോദിച്ചു. എൻ്റെ മകളെ, ഞാൻ അപ്പോൾ തന്നെ പാപികളും അജ്ഞാനികളും മനസ്സ് തിരിയുവാനുള്ള ആഗ്രഹം അവർക്ക് നൽകിയിരുന്നു. നിൻ്റെ ആഗ്രഹം മൂലം അനേകർ എൻ്റെ പക്കലേക്ക് വന്നു. അവരിൽ പലരും മാനസാന്തരപ്പെടുകയും എന്നെ സ്നേഹിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് ഞാനിപ്പോൾ നിന്നെ ഓർമ്മിപ്പിച്ചത് എന്തിനാണെന്നോ? നിൻ്റെ ആഗ്രഹം കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന ചിന്ത നിന്നെ മതിക്കുന്നു. ഞാൻ പറയട്ടെ, വളരെയധികം ഫലം അതിനുണ്ട്. നിൻ്റെ ആഗ്രഹത്തോടൊപ്പം നിൻ്റെ ത്യാഗങ്ങളും വർദ്ധിപ്പിക്കുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇരുത്തി വായിച്ചാൽ മതി. ഇന്ന് പരിശുദ്ധ അമ്മയും എന്നോട് സംസാരിച്ചു. എൻ്റെ കർമ്മലീത്ത മകളെ, എൻ്റെ സ്നേഹാഗ്നി ജ്വാലയോടുള്ള നിൻ്റെ ആഗ്രഹം വർദ്ധിപ്പിക്കാനായി നീ പ്രയത്നിക്കുക. എൻ്റെ രാജ്യത്തെക്കുറിച്ച് ഞാൻ എത്ര ദുഃഖിതയാണെന്നോ. കുടുംബങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവില്ലാത്ത മട്ട് അവർ ജീവിക്കുന്നു. ഞാൻ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുവാനും എൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ അവരെ ഒന്നിച്ചു ചേർക്കാനും ആഗ്രഹിക്കുന്നു. ഈ ജ്വാല കത്തിജ്വലിക്കുവാനായി എന്നെ നീ സഹായിക്കുക. കുടുംബങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സുതൻ്റെ കോപം തണുപ്പിക്കാനായി ശ്രമിക്കുക. കുടുംബങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഈശോ പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ പ്രത്യേകമായ യുദ്ധം ചെയ്യുന്ന സംഘത്തിലൊരാളായി തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് ഓർക്കണം. ഈ ലോകത്തിൻ്റെ ക്ഷണിക സുഖങ്ങൾ നിന്നെ ആകർഷിക്കരുത്. എൻ്റെ രാജ്യം വരണം എന്നത് മാത്രമായിരിക്കണം നിൻ്റെ ലക്ഷ്യം. എനിക്കായി സമർപ്പിക്കപ്പെട്ട അനേകം ആത്മാക്കളിലേക്ക് എൻ്റെ ഈ വാക്കുകൾ എത്തിച്ചേരണം. എന്നെ വിശ്വസിക്കുക. എൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അത്ഭുതത്തിൻ്റെ വക്കോളം എത്തുന്ന വിധത്തിലായിരിക്കും ഞാൻ നിന്നെ സഹായിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകി നമ്മുടെ കൂടെ വസിക്കുന്ന അനുഭവം നമുക്കറിയാലോ. ഉണ്ണീശോ നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ കണ്ണുകൾ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മളെവിടെ അനങ്ങുന്നതും വരെ നമ്മളെന്താണോ ചിന്തിക്കുന്നത് എല്ലാം ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് പറയാണ്, അത്ഭുതങ്ങളുടെ വക്കോളം എത്തുന്ന വിധത്തിലായിരിക്കും ഞാൻ നിന്നെ സഹായിക്കുക. ക്രിസ്തുമസിന് കേക്കുണ്ടാക്കി തരാനും ഇറച്ചി നുറുക്കി തരാനും വട്ടയപ്പത്തിന് കലക്കി വയ്ക്കാനും ഒക്കെ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങൾക്കും കൂടി നമ്മുടെ ഒപ്പമുണ്ട് ഈശോയും മാതാവും മാലാഖമാരും വിശുദ്ധരും. വീണ്ടും ഡയറി കേൾക്കാം. ആ സമയത്ത് കർത്താവിൻ്റെ ശബ്ദം ഗൗരവമുള്ളതായി തീർന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു, നീ ഇപ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നതിനെപ്പറ്റി അത്ഭുതപ്പെടരുത്. സ്നേഹം മൂലമാണ് ഞാനിത് ചെയ്യുന്നത്. നീ ഭീരുവാകരുത്. സുഖലോലുപതയിൽ മുഴുകരുത്. എല്ലാം അർത്ഥശൂന്യമാണെന്ന് കരുതുകയും പറയുകയും ചെയ്യരുത്. എല്ലാറ്റിനും അർത്ഥമുണ്ട്. കൊടുങ്കാറ്റിൻ ഇടയിലേക്ക് കടന്നു ചെന്ന് ആത്മാക്കളെ രക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് വെറുതെ കാറ്റ് ശമിക്കാൻ കാത്തിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്നത് പാപത്തിൻ്റെ ലക്ഷണമാണ്. അലസത പാപത്തിൻ്റെ മാതാവാണ്. ഞാൻ നിങ്ങളെ എങ്ങനെ ഉണർത്തും?
നിന്റെ ആത്മാവിനെ അപകടത്തിലാക്കുന്ന മരണകരമായ അവസ്ഥകൾ നിനക്ക് ചുറ്റും നീ കാണുന്നില്ലേ? അധികാരികളെ തൻ്റെ വാക്കുകൾ അറിയിക്കാൻ അവിടുന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഇതിനുള്ള ഒരവസരം അവിടുന്ന് എനിക്ക് നൽകുമെന്നും പറഞ്ഞു. അവിടുത്തെ പരാതികൾ എഴുതുന്നത് നിർത്താനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. എന്നാൽ തുടർന്നും എഴുതാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. നിനക്ക് തെളിവ് നൽകാനാണ് ഞാനിത് ചെയ്യുന്നത്. വൈദികരെ ഇതറിയിക്കുക. അവരോട് പറയുക, എൻ്റെ ആഗ്രഹങ്ങൾ അവർ ഹൃദയത്തിൽ സംവഹിക്കട്ടെ. ഓരോരുത്തരും തൻ്റെ മനസാക്ഷിയെ പരിശോധിക്കട്ടെ. പുതിയ ഒരു ജീവിതത്തിനായുള്ള കരുത്ത് എന്നിൽ നിന്നും സമ്പാദിക്കട്ടെ. ഇത് നിനക്ക് പുതിയ ഒരു അറിവല്ല. നീ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, എന്നാൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ആത്മാവിൽ കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്തുവാനായി നിങ്ങൾ പ്രയത്നിക്കുക. എൻ്റെ രാജ്യം ബലമായി തേടുന്നവർക്കുള്ളതാണെന്ന് അറിയാമല്ലോ. ഫരിസേയരെ പോലെ ജീവിക്കരുത്. നിങ്ങൾ വിശുദ്ധ ബലിയർപ്പണം ഒരു ഉപരിപ്ലവമായ ചടങ്ങ് പോലെ നടത്തുന്നു. അങ്ങനെയുള്ളവരാണ് അധികം പേരും. വിശുദ്ധ ബലിയിൽ ഒരു വാചകം തെറ്റുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ വരുമ്പോഴോ അതിനെക്കുറിച്ച് കർശനമായി പറയാതെ ഈശോ പറയുന്നു, അതിൻ്റെ ഉള്ളിൽ എന്താണ് വേണ്ടത്? ആഴത്തിലുള്ള അനുതാപവും പൂർണ്ണമായി വിട്ടുകൊടുക്കാനുള്ള മനോഭാവവും ഈശോയിലുള്ള വലിയ വിശ്വാസവും ഇതൊക്കെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നേടിയെടുക്കേണ്ടത്. ഈശോ വീണ്ടും പരാതിപ്പെട്ടു, നീ കാണുന്നുണ്ടോ മകളെ, എനിക്കായി സമർപ്പിക്കപ്പെട്ട എത്രയോ ആത്മാക്കളാണ് ഉദാസീനരായി കഴിയുന്നത്. അവർ സൗകര്യപൂർവ്വം സ്വന്തം ഉല്ലാസങ്ങളുമായി കഴിയുന്നു. അവരുടെ മേശയിൽ നിന്ന് അല്പം അപ്പക്കഷ്ണങ്ങൾ മാത്രം എനിക്ക് നൽകുന്ന ഞാനൊരു യാചകൻ എന്ന മട്ടിൽ ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും കാലം ഏറെ സഹിച്ചു. എത്ര കാലം ഞാനിത് തുടരണം? എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ക്ഷമ അവസാനിക്കുമ്പോൾ അവർക്ക് ദുരിതം. അവിടുത്തെ ശിക്ഷയുടെ കരം പിൻവലിക്കാൻ ആരെക്കൊണ്ടും ആവുകയില്ല. ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും അകന്നു പോവുക എന്ന് എനിക്ക് അവരോട് പറയേണ്ടി വരും. എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് അതിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ എൻ്റെ വിളി കേൾക്കുന്നില്ലല്ലോ. ഞാൻ നിൻ്റെ പിന്നാലെ നിരന്തരം നടന്ന് എൻ്റെ സ്നേഹാർദ്ര ശബ്ദത്തിൽ നിന്നെ താക്കീത് ചെയ്തില്ലേ? എന്നാൽ ഒരു ഭിക്ഷക്കാരന് പോലും വേദന തോന്നുന്ന വിധം നീ എന്നെ അവഗണിച്ചു. അന്ന് പരിശുദ്ധ അമ്മയും എന്നോട് സംസാരിച്ചു. എൻ്റെ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രചരണത്തിനായി വിദ്വേഷത്തിന് ശേഷം ഈ യജ്ഞം വിജയം വരിക്കും. എതിർപ്പുകൾ കാരണം നീ ഏറെ സഹിക്കേണ്ടി വരും, പ്രത്യേകിച്ച് എനിക്കായി സമർപ്പിക്കപ്പെട്ടവരുടെ പക്കൽ നിന്ന്. എന്നാൽ ഞങ്ങൾക്കറിയാം നീ ഈ സഹനങ്ങളെല്ലാം സ്നേഹപൂർവ്വം ഏറ്റെടുക്കുമെന്ന്. എലിസബത്ത് സാൻഡോ പറയുകയാണ്, ഞാൻ വളരെ ദുർബലയാണെങ്കിലും എൻ്റെ സ്വർഗീയ അമ്മേ, ശക്തി മുഴുവൻ അങ്ങയിൽ നിന്ന് ലഭിക്കുന്നു. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുക മകളെ, ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കും തകർക്കാനാവില്ല. നിങ്ങളിൽ ആരെയും നഷ്ടപ്പെടാതിരിക്കാൻ, എൻ്റെ രക്ഷാകര ദൗത്യം നടപ്പിലാക്കാൻ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണെന്നത് സത്യമാണ്. പണ്ടൊരിക്കലുമില്ലാത്ത വിധം മനുഷ്യവംശത്തെ നശിപ്പിക്കാനുള്ള ഒരു യുദ്ധം തന്നെ സാത്താൻ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ രാജ്യം വരണം എന്നത് മാത്രമായിരിക്കണം നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ധൈര്യമായിരിക്കുക. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുക. ഭീരുത്വം മൂലം എൻ്റെ പക്കലേക്ക് വരാൻ മടിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് നിനക്കറിയാമോ? എന്നെ കൂടാതെ ഒന്നും ചെയ്യരുത്. ഞാൻ എപ്പോഴും നിൻ്റെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ബുദ്ധി നൽകിയത് ഞാനാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ചുരുക്കം ചിലരെ അതിന് എന്നോട് നന്ദി പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ നീ അതിന് എന്നോട് നന്ദി പറഞ്ഞിട്ടില്ല. ബുദ്ധിയില്ലെങ്കിൽ നീ എൻ്റെ മറ്റ് സൃഷ്ടികളിൽ നിന്നും ഏറെ വ്യത്യസ്തയല്ല. മനുഷ്യൻ ബുദ്ധി കൊണ്ട് നിർമ്മിക്കുന്ന സകലത്തിൻ്റെയും ഉറവിടം ഞാൻ അവന് നൽകിയ ബുദ്ധിയാണ്. രാത്രി ജാഗരണത്തിന് വേണ്ട പ്രത്യേക കരുത്ത് എനിക്ക് നൽകാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. വൈകിട്ട് അവിടുന്ന് തന്നെ എന്നെ എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നെ ഉണർത്തിയപ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞാൻ ആഹ്ലാദഭരിതയായി. അവിടുത്തോടൊപ്പം ജാഗരണ പ്രാർത്ഥന വളരെ എളുപ്പം കടന്നുപോയി. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാനായിരുന്നപ്പോൾ വലിയ ഒരു അത്ഭുതം സംഭവിച്ചത് വളരെയേറെ വിനയത്തോടെ ഞാനിവിടെ കുറിക്കുന്നു. ആ വേനൽക്കാല രാത്രിയുടെ പ്രശാന്തതയിൽ ഞങ്ങൾ വളരെ ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. സംഭാഷണം അവസാനിച്ചപ്പോൾ അവിടുന്ന് യാത്രയായി.
ഞങ്ങളുടെ ഭവനത്തിന് മുമ്പിൽ അവിടുന്ന് നിൽപ്പുണ്ടെന്ന ചിന്ത എനിക്ക് നൽകപ്പെട്ടു. ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൻ്റെ നന്മകൾ അവിടുന്ന് ഓർമ്മിച്ചു. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം ചെയ്ത സൽപ്രവൃത്തികൾ അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ രാത്രിയിലെ പ്രാർത്ഥനയും അവസാനത്തെ ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും വളരെ ഫലപ്രദമായിരുന്നു എന്നും അവിടുന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചു കുടുംബം തിരുഹൃദയത്തിന് സമർപ്പിതമാണെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ട് അവിടുന്ന് നിശ്ചലനായി നിന്നപ്പോൾ അവിടുത്തെ അനുഗ്രഹീത സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയും ഞാൻ വികാരതരളിതയാവുകയും ചെയ്തു. നാം എത്രമാത്രം ഉപദ്രവിച്ചാലും അവിടത്തേക്ക് നമ്മളോട് എത്ര സ്നേഹമാണ്. അവിടുന്ന് പറഞ്ഞു, എൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഭവനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. മറ്റൊരവസരത്തിൽ അവിടുന്ന് എന്നോട് ചോദിച്ചു, ആരാണ് യഥാർത്ഥ ജ്ഞാനി? ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന ഒരാൾ ജ്ഞാനം നേടും. ജ്ഞാനം പരിഭാഗപ്പെടുന്നത് നിശബ്ദതയിലാണ്, നിശ്ചലതയിലാണ് അതിൻ്റെ വേരോടുക. ഞാൻ നിൻ്റെ ഗുരുവായതുകൊണ്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി ഞാൻ 30 വർഷക്കാലം നിശബ്ദതയിൽ എന്നെ തന്നെ ഒരുക്കി. എന്നെ അനുകരിച്ച് കുറച്ച് വാക്കുകൾ കൊണ്ട് വളരെ വലിയ കൂട്ടം ആത്മാക്കളെ വിജയത്തിലേക്ക് ആനയിക്കാൻ കഴിയുമെന്ന് നീ പഠിക്കുക. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും 30 ദിവസത്തെ പ്രാർത്ഥനകളും 30 ദിവസത്തെ നോമ്പും ഒക്കെ തുടങ്ങുമ്പോൾ ഈ 30-ന് എന്താ പ്രത്യേകത എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കോർക്കാം, കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്തേക്ക് കർത്താവ് 30 വർഷമാണ് നിശബ്ദമായി ഒരുങ്ങിയത് എന്ന്. അതാണ് 30-ൻ്റെ പ്രത്യേകത. ഞാൻ രാത്രി ഉണർന്നപ്പോൾ വിശുദ്ധരെയും അവർ എത്രയേറെ പ്രാർത്ഥിച്ചിരുന്നുവെന്നും ആരാധിച്ചിരുന്നുവെന്നും ഓർത്ത് ഞാൻ ആവേശഭരിതരായി. എലിസബത്ത് സാൻഡോയുടെ ചിന്തകളാണ് കേട്ടോ. വിശുദ്ധരും അതിന് പുണ്യവാന്മാരൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓർത്തപ്പോൾ എലിസബത്ത് സാൻഡോ പ്രാർത്ഥിക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചെന്ന്, അമ്മേ, എൻ്റെ അമ്മേ, അവിടുത്തെ സ്നേഹാഗ്നിജ്വാല നൽകണമേ, അതുവഴി ഞാൻ വിശുദ്ധരുടെ അർപ്പണത്തിലും ആരാധനയിലും ഒന്ന് ചേരട്ടെ എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു എന്ന്, എൻ്റെ ചെറിയ അഗ്നിസ്ഫുലിംഗമേ, നീ എത്ര ചെറുതായിരുന്നാലും നീ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നീ എന്നെ സമീപിക്കുക, അതുമാത്രം മതി. ഞാൻ നിനക്ക് എൻ്റെ തേജസ് നൽകും. അതുവഴി നിൻ്റെ ആത്മാവിൻ്റെ ആകുലത നിനക്ക് അനുഭവപ്പെടുകയില്ല. വലിയ വിശുദ്ധരെല്ലാം എൻ്റെ ചെറിയ അഗ്നിസ്ഫുലംഗങ്ങളായിരുന്നു. അവർ എൻ്റെ അടുക്കൽ വന്ന ക്രമത്തിൽ ഞാൻ അവരെ മഹത്വമുള്ളവരാക്കി. വലിയ പ്രയത്നത്തോടെ എന്നെ സമീപിച്ചവർക്ക് വളരെ വേഗം എൻ്റെ ദീപ്തി നൽകപ്പെട്ടു. കർത്താവിൻ്റെ അടുത്ത് എത്താൻ സഹിച്ചു പോകുന്നൊരാത്മാവിനോട് കൂടുതൽ അനുഗ്രഹം കർത്താവ് നൽകും. അപ്പോൾ സഹനത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. കർത്താവ് പറയുകയാണ്, നീ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. കാരണം അവിടുത്തെ ശബ്ദകോലാഹലങ്ങൾ കേട്ടാൽ നിനക്ക് തലകറക്കമുണ്ടാകും. നിൻ്റെ വിശ്വാസം എന്നിൽ മാത്രമായിരിക്കട്ടെ. നിന്നെ എന്നിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോവുക. ഈശോ പറഞ്ഞു, നിൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസൃതമായി നീ ഒന്നും ചെയ്യരുത്. ഞാനും എൻ്റെ അമ്മയും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ ആത്മീയ പിതാവിനോട് പറയുക എന്ന്. അതുപോലെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കും ദാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നീ ചോദിക്കുക, സകല അനുഗ്രഹങ്ങളും ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് നൽകാം. ഇടവകയ്ക്ക് വേണ്ടിയുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റെ 5 തിരുമുറിവുകളുടെ യോഗ്യത വഴിയായി പിതാവായ ദൈവത്തോട് എൻ്റെ നാമത്തിൽ ചോദിക്കുക. പ്രിയ സഹോദരങ്ങളെ, സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി ഉരുകി പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇടവകയിലെ അവിശ്വസ്തരായ ആത്മാക്കൾക്ക് വേണ്ടി അന്നേ ദിവസം പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികളും ത്യാഗങ്ങളും അനുഷ്ഠിക്കണം. അതുപോലെ ഈശോ പറഞ്ഞു, നിൻ്റെ നഗരത്തിന് വേണ്ടി ഒരു ബലിയാത്മാവാകാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? ഇത് പുരോഹിതർക്ക് കൊടുക്കുന്ന ഉന്നത സ്ഥാനമാണ്. നീ നിൻ്റെ നഗരത്തിലെ എല്ലാവർക്കും വേണ്ടി നിൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം കാഴ്ചവെക്കണം. അപ്പോൾ ഞാൻ ഇടപെടും എന്ന്.
അടുത്ത വായന ശരിക്കും എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഈശോയുടെ സന്ദേശം ഇങ്ങനെയാണ്: എൻ്റെ മകളെ, ഈ അധികാരപത്രത്തോടു കൂടെ ഞാൻ നിൻ്റെ യൗവനത്തിലെ സ്വപ്നം പൂർത്തീകരിക്കുന്നു. ഞാൻ അന്നും നിന്നെ കണ്ടിരുന്നു. നിനക്കൊരു മിഷണറി ആകാനായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ട് അത് നേരത്തെ തന്നെ നടത്തിയില്ല എന്നറിയാമോ? നിൻ്റെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടാണ് നീ അതിനുള്ള പക്വത നേടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുടുംബജീവിതത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത്. നേരത്തെ ഈ ജോലി നിന്നെ ഏൽപ്പിക്കാത്തതിന് കാരണം നീ പാതി വഴി ചിലപ്പോൾ ഇട്ടുപോകും. എനിക്ക് ധൈര്യമില്ലായിരുന്നു. പരിശുദ്ധ അമ്മയും എലിസബത്തിനോട് ഈ നിമിഷം സംസാരിച്ചു. എലിസബത്ത് പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവെ, എൻ്റെ ഇച്ഛയെ പരിത്യജിക്കുവാനും അവിടുത്തെ ഹിതം ആരായാനും എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സന്തോഷം തേടാനും അനുസരിക്കാനും എന്നെ സഹായിക്കണമേ. എൻ്റെ കുഞ്ഞെ, ഇത് സന്ധ്യയാകാറായി. നീ നിന്നോട് തന്നെ ചോദിക്കുക: ദൈവരാജ്യം വരാനായി നീ എന്തു ചെയ്തു? ഒരിക്കലും ജോലി ചെയ്തു കഴിഞ്ഞു എന്നുള്ള തൃപ്തി വേണ്ട കേട്ടോ. ഞാൻ പരിഹാസങ്ങൾ എൻ്റെ ജീവിതകാലത്ത് സ്നേഹിച്ചു. അതുപോലെ നീയും ക്ഷമ, നിനക്ക് കഴിയുന്നത്ര ക്ഷമിക്കാൻ നീ ശ്രമിക്കുക. പ്രിയ കൂട്ടുകാരെ, പരിഹാസങ്ങളെ ജീവിതകാലത്ത് വലിയ വേദനയോടെ സഹിക്കുമ്പോൾ ഓർക്കുക, ഇതിലൂടെ അനേകം ആത്മാക്കളെ നേടാം. ഇനി അത് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ, സഹനം വിഷമമാകുമ്പോൾ നീ എൻ്റെ അമ്മയെ സമീപിക്കുക. അവളാണ് ഈ പുണ്യത്തിൻ്റെ യഥാർത്ഥ ഗുരു. അവൾക്ക് നിന്നെ സഹായിക്കാനാകും. അവളുടെ പുണ്യങ്ങളെ ആലിംഗനം ചെയ്യുക. അവയിൽ സ്ഥിരതയോടെ നിൽക്കാൻ ഞാൻ ശക്തി നൽകും. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഡയറിയിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന്, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എന്താകാനാണ് ആ ചിന്ത ഈശോ എലിസബത്തിനോട് പറയുന്നു. മറ്റുള്ളവരുടെ പരിഹാസങ്ങളും അവരുടെ ആരോപണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ വിഷമിക്കരുത്, നീ സഹിക്കാനാണ് പറയുന്നത്. അത് പുണ്യത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ ശക്തിയുള്ളതാണെന്ന് ഈ സഹനങ്ങൾ. പ്രിയ കൂട്ടുകാരെ, ഈ ഡയറി 10ാം ഭാഗം ഇന്ന് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. എലിസബത്ത് സാൻഡയോട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ അനേകം പാപികൾ മാനസാന്തരപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും വേദനകളും സഹനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് സഹിക്കണം. ദൈവത്തിൻ്റെ രാജ്യം വരാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുപോലെ ഈശോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. ഈശോയും മാതാവും പറയാണ്, ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് നീ നോക്കണ്ട എന്ന്. അതുപോലെ സഹനം വിഷമമാകുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരിക. ഇനി വല്ലവരും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ നമ്മളെ അപവാദം പറയുകയോ ചെയ്താൽ പറയാണ്, ആ സഹനത്തിലൂടെയാണ് എൻ്റെ സ്നേഹാഗ്നിജ്വാല മനുഷ്യരുടെ ഇടയിൽ എത്തിക്കാൻ നിനക്ക് കഴിയുക എന്ന്. നമുക്ക് ഈ ഡയറിയിൽ കേട്ട കാര്യങ്ങൾ ഓർക്കാം. ദൈവരാജ്യം, പിതാവിൻ്റെ ഒപ്പമുള്ള രാജ്യം, അത് വരണമെന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്തിലെ സുഖഭോഗങ്ങൾ വെറുത്തുപേക്ഷിക്കണം. എന്നാലേ ഈശോയോട് അടുക്കാൻ പറ്റുള്ളൂ. പ്രിയ കൂട്ടുകാരെ, നമുക്കിതിനായി ശ്രമിക്കാം. നമ്മുടെ ഹൃദയം ഉണ്ണീശോയ്ക്കിരിക്കാൻ പറ്റിയൊരു പൂങ്കാവനമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.